ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ബജറ്റ് കഴിയുമ്പോൾ ആചാരപരമായി ഞങ്ങൾ നടത്തുന്ന ഒരു പരിപാടി കൂടിയാണ് FM ഓൺ ട്രയൽ. ധനമന്ത്രിയെ വിചാരണ ചെയ്യുക എന്നുള്ളതാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വ്യത്യസ്ത വീക്ഷണങ്ങളുള്ള ആൾക്കാരുടെ ഒരു സന്നിവേശമാണ് FM ഓൺ ട്രയൽ. പിണറായി വിജയൻ സർക്കാരിൻ്റെ 6ാമത്തെ ബജറ്റാണ് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഇന്ന് സുദീർഘമായി നിയമസഭയിൽ അവതരിപ്പിച്ചത്. 3 മണിക്കൂറും 18 മിനിറ്റും. നിയമസഭയിൽ ഒരു റെക്കോർഡ് തന്നെയാണ് ഈ ബജറ്റ് അവതരണം. എന്തായിരിക്കാം ബജറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ? ഡോക്ടർ ഐസക് തന്നെ അത് സംബന്ധിച്ച ചില സൂചനകൾ നൽകി. കേരള ബ്രാൻഡാണ് അദ്ദേഹം മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത്. കോവിഡ് കാലത്തെ സാധ്യതകളെ എങ്ങനെ ബജറ്റ് ഉപയോഗപ്പെടുത്തുന്നു? സ്വാഭാവികമായിട്ടും പശ്ചാത്തല സൗകര്യം, ക്ഷേമം, ഡിജിറ്റൽ, വിജ്ഞാനം, തൊഴിൽ, ഇങ്ങനെ പ്രധാനപ്പെട്ട ഒരുപാട് പില്ലറുകൾ ഈ ബജറ്റിനുണ്ട്. എന്തായാലും ഡോക്ടർ ഐസക് നമ്മുടെ ഈ പരിപാടിയിലേക്ക് വരുവാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. FM ഓൺ ട്രയലിൽ പങ്കെടുക്കുന്ന അതിഥികൾ: TKA നായർ, പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി; CP ജോൺ, മുൻ സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അംഗം; G വിജയരാഘവൻ, മുൻ സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അംഗം; അഡ്വക്കേറ്റ് പീലിപ്പോസ് തോമസ്, മുൻ സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അംഗം; ഡോക്ടർ PV ഉണ്ണികൃഷ്ണൻ, മുൻ സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അംഗം; ഡോക്ടർ രാജശ്രീ MS, സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ; ഡോക്ടർ സജി ഗോപിനാഥ്, ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ; SN രഘുചന്ദ്രൻ നായർ, പ്രസിഡന്റ്, ട്രിവാൻഡ്രം ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി; ഡോക്ടർ മുഹമ്മദ് അഷീൽ, സാമൂഹ്യ സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ; ടിഫാനി ബ്രാർ, ജ്യോതിർഗമയ ഫൗണ്ടേഷൻ. ഡോക്ടർ ഐസക് നമ്മോടൊപ്പം ചേരുവാണ്. ഡോക്ടർ ഐസക്, സ്വാഗതം. ശ്രീ TK നായർ, താങ്കൾ കേന്ദ്രത്തിൽ ദീർഘകാലം ചെലവഴിച്ച ആളാണ്. ഒരു ബജറ്റിൻ്റെ ഫോക്കസ് സംബന്ധിച്ച് പല അഭിപ്രായങ്ങളും ഉണ്ടാകാം. എങ്ങനെയാണ് താങ്കൾക്ക് ഈ ബജറ്റ് അനുഭവപ്പെട്ടത്? രാജ്യത്തിലെ ജനങ്ങൾക്ക് ഒരു ശുഭാപ്തി വിശ്വാസം ഭാവിയെക്കുറിച്ചും അതിലുപരി അവരിലെ ഒരു ആത്മവിശ്വാസവും സൃഷ്ടിക്കുന്നതിന് സഹായിച്ചു എന്നുള്ളതാണ്. ബഡ്ജറ്റിൻ്റെ അനാലിസിസിലേക്ക് ഞാൻ പോകുന്നില്ല. ബഡ്ജറ്റ് പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയതാണ്, ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അതല്ലെങ്കിൽ ഇത്ര രൂക്ഷമായിട്ട് തോന്നുകയില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കോവിഡിൻ്റെ വാക്സിന് കേരളത്തിലെത്തി, കേരളത്തിലെ ആളുകൾക്കും മറ്റ് ഇന്ത്യയിലെ എല്ലാ ആളുകൾക്കും ഉള്ള മാതിരി വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു ഡെവലപ്മെൻറ്റാണത്. പക്ഷേ ലോകത്താകമാനം ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ ഒരു ശുഭാപ്തി വിശ്വാസത്തിൻ്റെയും ഒക്കെ കുറവുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു വിടവ് നികത്താൻ വേണ്ടി ഡോക്ടർ ഐസക്കിന് ഉണ്ടെന്നാണ് എൻ്റെ ബലമായ വിശ്വാസം. CP ജോൺ, അതായത് എങ്ങനെയാണ് ഇപ്പം ശ്രീ TK നായർ തൻ്റെ അനുഭവം പറഞ്ഞു, അതായത് അദ്ദേഹം ഫീൽ ചെയ്ത് പലപ്പോഴും ബജറ്റിൻ്റെ മുകളിലൊരു ഫീലിംഗ് ആണ് റിലവൻ്റ് ആയിട്ട് വരുന്നത്. 24,000 കോടിയുടെ കമ്മിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കൺസിസ്റ്റൻ്റായിട്ട് കോവിഡ് വന്നുകൊണ്ടൊന്നും കുറഞ്ഞതല്ല. കോവിഡ് ഇല്ലാത്ത വർഷം കഴിഞ്ഞ ബജറ്റിൽ തന്നെ ആ പുസ്തകം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ബജറ്റ് പ്രസംഗം 964 കോടി കുറഞ്ഞു. ഇപ്പോൾ നോക്കുമ്പോൾ 24,000 കോടിയുടെ റവന്യൂ കമ്മിയാണ്. അപ്പോൾ വാസ്തവത്തിൽ ഈ സംസാരിച്ചതിനല്ല റെക്കോർഡ്, ഏറ്റവും വലിയ റവന്യൂ കമ്മിയുള്ള ബജറ്റ് അവതരിപ്പിച്ച കോവിഡിന് മുമ്പ് പ്രളയവും മോക്കിയൊക്കെ ഉണ്ടായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞു കോവിഡ് അല്ല എന്ന് പറയാം. ഓക്കെ. PV ഉണ്ണികൃഷ്ണൻ, ഉണ്ണി, എങ്ങനെയാണ് കാണുന്നത്? ഞാൻ TK നായർ പറഞ്ഞ കാര്യത്തോട് യോജിക്കുകയാണ്. കാരണം കോവിഡ് ജനറലി ഒരു ലോകത്തുടനീളം ഒരു പുതിയ നോം സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഒരു പിച്ച് ഇതിനകത്ത് വന്നിട്ടുള്ളത് കേരളത്തെ ഒരു നോളജ് സൊസൈറ്റിയിലേക്ക് പോകുന്നതിന് വേണ്ട വളരെ കണിശമായിട്ടുള്ള ഒരു കർമ്മപരിപാടി ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ലോകത്തുടനീളം ഇപ്പോൾ നോളജ് സൊസൈറ്റീസിലേക്ക് മൂവ് ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം സിലിക്കൺ വാലിയിലെയാണ്. അതുപോലെ തന്നെ പിന്നീട് ബാക്കിയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ നോളജ് സൊസൈറ്റി എമർജ് ചെയ്യുന്നതിന് ഇതിന് സാധാരണഗതിയിൽ ഇതിന് പറയുന്ന ഒരു മാതൃക എന്ന് പറയുന്നത് ട്രിപ്പിൾ ഹെലിക്സ് മാതൃക എന്നാണ് പറയുക. യൂണിവേഴ്സിറ്റി,
ഗവൺമെൻറ് അതുപോലെ തന്നെ ഇൻഡസ്ട്രി ഇത് മൂന്നും കൂടെ ചേർന്നുകൊണ്ട് ഉള്ള ഒരു പ്രവർത്തനത്തിനാണ് ട്രിപ്പിൾ ഹെലിക്സ് മാതൃക എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ USA സിലിക്കൺ വാലിയിലാണെങ്കിൽ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ MITയും ഹാർവാർഡും കേംബ്രിഡ്ജും അടക്കമുള്ള സ്ഥാപനങ്ങളുടെ വലിയ ഒരു ശ്രമത്തിൻ്റെ അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിഫൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് പിന്നെ 1960s യഥാർത്ഥത്തിൽ പിന്നെ സോവിയറ്റ് യൂണിയൻ്റെ സ്പുട്നിക് വിക്ഷേപണത്തിന് ബദലായിട്ടുള്ള നടപടികളുടെ വലിയ ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ് തുടർച്ചയാണ് സിലിക്കൺ വാലിയിൽ ഉണ്ടായിട്ടുള്ള സ്പെർ. അപ്പോൾ അത് പിന്നെ ഒരു 80 ഏതാണ്ട് ഒരു 20 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഒരു മേജർ ഇമ്പാക്റ്റായിട്ട് സിലിക്കൺ വാലിയിലൊക്കെ എമർജ് ചെയ്തു വന്നത്. കേരളത്തിന് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കേരളം കെൽട്രോണിൻ്റെ ഒരു ഇനീഷ്യലായിട്ടുള്ള ഒരു ഇലക്ട്രോണിക്സ് പിന്നെ വേവ് ഓഫ് ഇലക്ട്രോണിക്സ് റെവല്യൂഷൻ നമുക്ക് ഗണ്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. പക്ഷേ അതേസമയത്ത് വിജയരാഘവൻ അടക്കമുള്ള ആൾക്കാരുടെ നേതൃത്വത്തിലുണ്ടായിട്ടുള്ള സബ്സിക്വൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഗണ്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോയി. അപ്പോൾ ഇതടക്കം ഉപയോഗിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റി സംവിധാനം ശക്തിപ്പെടുത്തുക, സ്റ്റാർട്ടപ്പ് സംവിധാനം ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക, ഇന്നവേഷൻ പ്രൊമോട്ട് ചെയ്യുക, ഇതിനെ ആകെ കോർത്തിണക്കിക്കൊണ്ട് ഒരു ഡിജിറ്റൽ സമൂഹം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയും ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ സൃഷ്ടിക്കുന്നതിനും വേണ്ടി കൃത്യമായിട്ടുള്ള കർമ്മപരിപാടി മുന്നോട്ട് വെച്ചു എന്ന് പറഞ്ഞു വരുന്നത് ഇതുവരെ കേരളം ഒരു പക്ഷേ ഈ സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചിരുന്നില്ല. ആദ്യമായിട്ടാണ് ഒരു നോളജ് ഇക്കോണമി എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സമഗ്രമായ തരത്തിൽ. വിജയരാഘവൻ എന്നെ ഒരു ചോദ്യചിഹ്നം പോലെ നോക്കുന്നുണ്ട്. അല്ല, ഞാനതിന് വിമർശിക്കാൻ വേണ്ടി പറയുന്നതല്ല. പക്ഷേ ഐസക് വളരെ ആത്മാർത്ഥമായിട്ട് ഈ ഒരു നോളജിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ആത്മാവിനെ ഈ ഒരു ബജറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് എത്ര കണ്ട് അത് പ്രാവർത്തികമാകുമെന്ന് എനിക്കറിയില്ല. ഞാനൊരു വേറൊരു വ്യൂ പോയിൻ്റ് കിട്ടാൻ വേണ്ടിയാണ്. ഈ രഘുവിന് നിരന്തര പരാതിയായിരുന്നു. രഘു FM ഓൺ ട്രയലിൽ ഏറ്റവും കൂടുതൽ തവണ ജോണിൻ്റെ ഒപ്പവും വിജയരാഘവൻ്റെ ഒപ്പം പങ്കെടുത്തിട്ടുള്ള ആളാണ്. പക്ഷേ ഏത് ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടാലും അന്ന് ആദ്യം കൈ ഉയർത്തിയിട്ട് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുന്നത് ക്യാപിറ്റൽ സിറ്റിയെക്കുറിച്ചാണ്. ഇന്ന് ഡോക്ടർ ഐസക്കിൻ്റെ ബജറ്റിൽ ഞാൻ മനസ്സിലാക്കുന്നത് വാരിക്കോരി കൊടുത്തു എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് ഈ ബഡ്ജറ്റിൽ നമ്മൾ 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ മതി. ഒന്ന് റവന്യൂ, ഒന്ന് ഇനിഷ്യേറ്റീവ്സ്, ഒന്ന് വെൽഫെയർ. ഇനിഷ്യേറ്റീവ്സും വെൽഫെയറിൽ എക്സാംപ്ലറി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് റവന്യൂ അതിൽ ക്വസ്റ്റ്യൻ മാർക്കാണ്. നമുക്കിപ്പോൾ അറിഞ്ഞൂടെ റവന്യൂ എവിടെ നിന്ന് വരാൻ പോകുന്നത്. പിന്നെ വരുന്ന ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ്. ആ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിൻ്റെ അകത്ത് ഇൻറ്റൻഷൻ ഈസ് വെരി ഗുഡ്. ക്യാപിറ്റൽ സിറ്റി ഡെവലപ്മെൻ്റ് അകത്ത് നല്ല രീതിയിൽ ഈ പ്രാവശ്യം ഫോക്കസ് ചെയ്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് രാമകമായിട്ട് ഈ ഒരു 4 പേരോടുള്ള പ്രതികരണം? സംസ്ഥാനത്തിനൊരു കോൺഫിഡൻസ്. കാരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ കോവിഡ് സൃഷ്ടിച്ചിട്ടുള്ളൊരു ഗ്ലാനിയുണ്ട്. എവരിബഡി ഇൻസൈഡ് എന്തെങ്കിലുമൊക്കെ നഷ്ടവും ഒക്കെ പറയാനുണ്ടാവും. ഇതിന് നമ്മളങ്ങ് കീഴ്മേ മറിക്കുക, ബുൾഡോസ് ചെയ്യല്ല. ദിസ് എ ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റഡ് ബൈ ദ ക്രൈസിസ്. ഇപ്പോൾ സമീപകാലത്ത് 2 പത്രങ്ങളെങ്കിലും മേജർ ഫീച്ചേഴ്സ് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ വർക്ക് ഫ്രം ഹോമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, നമ്മുടെ ടെക്നോ പാർക്കിലുള്ള കമ്പനികളിൽ ഭൂരിപക്ഷവും അവിടുത്തെ സ്പേസ് എല്ലാം കുറക്കാൻ തീരുമാനിച്ചു. അവിടെ സിഒമാരൊക്കെ വർത്തമാനം പറയുന്നത്. അപ്പോൾ പക്ഷേ ക്രിയേറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ കേരള. ഒന്ന്, കേരളത്തിൽ അങ്ങനെ സ്കിൽ ഫോഴ്സ് വീട്ടിലിരിക്കുന്നവരൊക്കെ ഉണ്ട്. ഐ എം പ്രൈമറി ലുക്കിംഗ് അറ്റ് വിമൻ. സ്കില്ല് ചെയ്താൽ അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നവർ. 2, ഇത് കേരളത്തിൽ നിന്ന് എടുക്കേണ്ട കാര്യം എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് കേരളത്തിൻ്റെ കിട്ടിയിട്ടുള്ള വലിയൊരു അന്തർദേശീയ അംഗീകാരം. വെദർ യു അഗ്രി വിത്ത് ഇറ്റ് ഓർ നോട്ട്, അന്തർദേശീയമായിട്ട് ഇത്രയധികം കേരളം ചർച്ച ചെയ്യപ്പെട്ടുള്ള കാലമില്ല. കേരള ബ്രാൻഡിൻ്റെ പ്രസക്തി അബ്സല്യൂട്ട്ലി. ഗാർഡിയനിൽ, വാഷിങ്ടൺ പോസ്റ്റിൽ, ഫോബ്സിൽ, സകല സ്ഥലത്തും കേരളം വരെയാണ്. അപ്പോൾ ആൾക്കാർക്ക് നേരത്തെ ഇപ്പോൾ 70കളുടെ മധ്യത്തിലൊക്കെ ഞങ്ങൾ പഠിക്കുമ്പോൾ കേരള മോഡൽ ഒക്കെ ഒരുപാട് ചർച്ച ചെയ്യുന്നത് അതൊരു ചെറിയ പണ്ഡിത സദസ്സിലുള്ളത്. വേറെ നാട്ടുകാർ വേറെ പുറത്തുള്ളവർക്കും താല്പര്യമില്ല. ഇത് കേരളത്തെക്കുറിച്ചുള്ള താല്പര്യം വളരെ. പക്ഷെ കോവിഡ് മാനേജ്മെൻറ്റിലേക്ക് വന്നാലോ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ലോകം മുഴുവൻ ഉറ്റു നോക്കി. സെപ്റ്റംബർ 1 വരെ, സെപ്റ്റംബർ 1 ശേഷം നമ്മൾ ഡ്രിപ്പ് ചെയ്തു. കോവിഡ് വന്നവരെ ഈ ഐസക്ക് എന്താണ് ഈ 3.5 മണിക്കൂർ സമയം കൊണ്ട് ഓക്കി വന്നപ്പോൾ ചെയ്ത അത്രയെങ്കിലും ചെയ്യാഞ്ഞത്?
കേരളത്തിൻ്റെ കോവിഡ് ഇടപെടലിൽ 2 വശങ്ങളുണ്ട്. ഒന്ന് ആരോഗ്യം ഇടപെടൽ, ദാറ്റ് ഈസ് എക്സാംപ്ലറി. നമ്മളിവിടെ ഇപ്പം മത്സരിക്കാൻ വേറെ ഏതെങ്കിലും പ്രദേശത്തിന് കഴിയത്തില്ല. പക്ഷെ അതുകൊണ്ട് നിർത്തിയില്ല. ജോൺ ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞതിലാണ് ഒരുപാട് ജനസഹായം കൊടുത്തത്. ഇത് എല്ലാവർക്കുമുള്ള ധനസഹായങ്ങൾ, ഭക്ഷ്യക്കിറ്റ്, 10,000 crores ആണെന്ന് മൊത്തം ചിലവ് ഈ പറയുന്ന 2 ഇനങ്ങൾക്ക്. സോ അതിൻ്റെ കരുതലാണ്. ബട്ട് വി കനോട്ട് പ്രിൻറ്റ് മണി. അപ്പോൾ അതിന് ചില ലിമിറ്റുകൾ കാര്യങ്ങളുണ്ട്. പക്ഷേ വി എൻഷുർഡ് ദാറ്റ് നോബഡി ഗോസ് ഹംഗ്രി ഇൻ കേരള. അവർക്കെല്ലാം മിനിമം ഇനിയും ചെയ്യേണ്ടതുണ്ട്. അതിനൊന്നും എനിക്ക് തർക്കമില്ല. ഇപ്പോൾ കോവിഡ് മരിച്ചവർക്ക് നമുക്ക് സമയമുണ്ട് ഇനി നോക്കാനായിട്ടൊക്കെ. ഇപ്പോൾ അതിലേക്ക് നീങ്ങാതിരിക്കുന്നതല്ലെന്നുള്ളത് ജോണേ, അതല്ല എൻ്റെ കൺസേൺ. ഇതുവരെയും എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻറ്റിന് റെസ്പോണ്ട് ചെയ്യാൻ ഒരു പ്രോഗ്രാമും ഉണ്ടാക്കിയിട്ടില്ല. സ്വാഭാവികമായിട്ട് വ്യവസായങ്ങളൊക്കെ വളരുമ്പോൾ അവർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാവും എന്നുള്ളതല്ലാതെ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻ്റ് ഒരു പ്രോഗ്രാമില്ല. നൗ ഈ കോവിഡ് വ്യവസായ ഘടനയിൽ വരുത്തിയ ഇടർച്ച നമുക്ക് ഇടപെടാനൊരു സന്ദർഭം ഉണ്ടാക്കി. അത് ഇന്ന് ഇടപെട്ടില്ലെങ്കിൽ നാളെ പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ഇന്ന് ഇടപെടണം. അങ്ങനെ ഇടപെടുമ്പോൾ നമുക്ക് അനുകൂലമായിട്ടുള്ളത് കേരളത്തിൻ്റെ ഈ അംഗീകാരം ശരിയാവട്ടെ തെറ്റാവട്ടെ, ലെറ്റ്സ് നോട്ട് ഡിബേറ്റ്. ബട്ട് ഫാക്ട് ഈസ് ദാറ്റ് ജനങ്ങളെല്ലാം കേരളത്തെ ഗൗരവത്തിൽ കാണുന്നു എന്നുള്ളതാണ്. ബട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയ ആളുടെ പേര് വെച്ചാൽ മാത്രം പോരാ. ഏറ്റവും സ്കില്ല്, അതിൻ്റെ വലിയ മാസീവ് സ്കില്ലിങ്ങിൻ്റെ ഒരു ഏർപ്പാടുണ്ട്. 2, അതിൻ്റെ ഒരു എക്കോസിസ്റ്റം ഉണ്ടാവണമെന്ന്. അവിടെയാണ് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ പൊളിച്ചെടുത്ത് ഇത് തറലി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തെ പിടിച്ച് കുലുക്കും. അച്യുതമേനോൻ്റെ കാലത്ത് തുടങ്ങിയിട്ടുള്ള 6-7 സ്ഥാപനങ്ങളില്ല, അത്രയും മികവിൻ്റെ കേന്ദ്രങ്ങൾ. എന്തുകൊണ്ടാണ്? അതിൽ ടോപ്പ് ആളുകളെ കൊണ്ടുവന്നു. രാജ് വലിയെത്താൻ ഇവരൊക്കെ വരാൻ തയ്യാറായതേ ഇടപെടാൻ പറ്റത്തില്ല. ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞോ? ഇല്ലെന്ന് ഞാൻ അതല്ല ഞാൻ ടേക്കിങ്ങിൻ്റെ ഒരു പാർട്ടിസാൻ തർക്കത്തിലേക്ക് പോയല്ല. ശ്രീ വിജയരാഘവൻ, ഒരു പക്ഷേ താങ്കൾ ഇതുമായി ബന്ധപ്പെട്ട മേഖലയിൽ കുറേ കാലം പ്രവർത്തിച്ച ആളാണ്, ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇലക്ഷൻ ഒരു എന്താ പറയുക തൊട്ട് പിന്നാലെ വരുന്നു എന്നുള്ളത് കൊണ്ട് താങ്കൾക്ക് എത്ര കണ്ട് മാർക്ക് ഐസക്കിന് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കൊരു സന്ദേഹമുണ്ട്. പക്ഷേ അദ്ദേഹം ആ ഓണേഴ്സ് കോഴ്സ് ഞങ്ങൾ 2 കൂടെ തുടങ്ങി. അബ്രഹാം ഉണ്ടായിരുന്നു. ഈ 5 കൊല്ലം നടന്നിട്ടും ഒരു കോളേജിലെങ്കിലും ഒരു പുതിയ ഓണേഴ്സ് കോഴ്സ് ഈ ഗവൺമെന്റ് തുടങ്ങി. ഞാൻ അവസാനം പറഞ്ഞ് ശ്രദ്ധിച്ചോ ജോൺ? വിജയരാഘവൻ പറയും. ഞാൻ അവസാനം പറഞ്ഞ് ശ്രദ്ധിച്ചോ? അറിഞ്ഞു. ഓക്കെ. ഇതിൽ ഡോക്ടർ ഐസക് ഞാൻ ഓവറോൾ ഞാൻ പറഞ്ഞത് ഇൻറ്റൻറ്റ്, ഞാൻ കഴിഞ്ഞ തവണ അതിന് ഡോക്ടർ ഐസക്കിൻ്റെ എല്ലാ ബഡ്ജറ്റിലും ദ ഇൻറ്റൻറ്റ് ഇസ് വെരി ഗുഡ്. ഇംപ്ലിമെൻറ്റേഷനിലാണ് ഫെയിലിയർ വരുന്നത്. യു ആർ നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. പക്ഷേ ഇംപ്ലിമെൻറ്റേഷൻ ഫെയിലിയേഴ്സ് വൺ ആഫ്റ്റർ ദ അതർ വരിക. പക്ഷേ ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, ഡോക്ടർ ഐസക്കിൻ്റെ നേരത്തെയുള്ള ഇതിൽ പ്രോഗ്രാംസിലും പറഞ്ഞ അമൗണ്ട്സും പറഞ്ഞ ഇത് നോക്കുകയാണെങ്കിൽ പലപ്പോഴും ദ ഫെയിലിയർ ഹാസ് ബീൻ ഓൺ ഇംപ്ലിമെൻറ്റേഷൻ. ദാറ്റ് ഈസ് വാട്ട് ഐ സീ ഇൻ ദിസ് വൺ ഓൾസോ. ഡോക്ടർ ഐസക് ക്വിക്കായിട്ട് ദർ ഇസ് എ പ്രോബ്ലം. ഒരു പക്ഷേ നിങ്ങൾ ഇന്ന് റിഫ്ലക്റ്റ് ചെയ്താൽ പലരും എന്നോട് ചോദിച്ചു ഫോണിൽ കൂടി, നിങ്ങൾ ഈ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഇത്ര ഡീറ്റെയിൽസിൽ പോകണം, സമയമെടുത്തുകൊണ്ടാണ് ഇത്ര ഇൻ്റർ യൂണിവേഴ്സിറ്റി സെൻറ്റേഴ്സ്, അതിൻ്റെ സ്വഭാവം, പോസ്റ്റ് ഡോക്ടറൽ, ഏത് വിഷയത്തിൽ സബ് വിഷയം, സ്കില്ലിങ്, എന്തിനാ ചെയ്യുന്നറിയാം. ഞാൻ ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ദ ലെപ്പ് വീണു പോകരുത്. യു ആർ ഡിഫൈനിങ്. ഇതാണ് വേണ്ടത്. ഈ സെൻറ്റേഴ്സ് ഈ സ്വഭാവത്തിലുള്ളതായിരിക്കും. ഇതിന് ഇങ്ങനെ ഒരാളെ കണ്ടുപിടിച്ചതിന് ശേഷമല്ല തുടങ്ങാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് ഇൻ ദ യൂണിവേഴ്സിറ്റി സിസ്റ്റം, ബട്ട് ഇറ്റ് വിൽ ബി ഓട്ടോണമസ്. ദാറ്റ്സ് ടു സേ ഫണ്ടിങ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ത്രൂ ദ യൂണിവേഴ്സിറ്റി. ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് പറയുമ്പോൾ ഈ യൂണിവേഴ്സിറ്റികളെക്കുറിച്ചുള്ള പൊതുവെയുള്ള സന്ദേഹങ്ങൾ, അതിന് നിങ്ങൾ മറുപടി പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്ന് ഉന്നത വിദ്യാഭ്യാസത്തിന് വളരെയധികം ഊന്നൽ കൊടുക്കുന്ന ഒരു ബഡ്ജറ്റും
അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങളും പലതും അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതും കണ്ട് വളരെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ സംസാരിക്കുന്നത്. അതായത് നമ്മളിപ്പം അഭിമുഖീകരിക്കുന്ന അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മയെക്കുറിച്ചും യൂണിവേഴ്സിറ്റി സിസ്റ്റത്തിന് വേണ്ട ഉടച്ചുവാർക്കലിനെക്കുറിച്ചും നമ്മുടെ അങ്ങനെ മറ്റ് പല ഘടകങ്ങളെക്കുറിച്ചും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോളജ് എക്കണോമിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ നോളജ് എക്കണോമിയെ കാണുന്നത് ഒരു സോഴ്സിൽ ഉണ്ടാക്കുന്ന നോളജ് അതിൻ്റെ ആ ഒരു നെറ്റ്വർക്കിലൂടെ പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, അതിൻ്റെ യൂട്ടിലൈസേഷനും അതിനുവേണ്ട ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഫണ്ടിങ്ങും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ബഡ്ജറ്റിലെ എല്ലാ ഭാഗങ്ങളിലുമായിട്ട് ചെതറിക്കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശ്രീ വിജയരാഘവൻ അവർ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിൽ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ ഒരു സെൻറ്റർ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ ആ സെൻറ്റർ ഇപ്പോൾ ബയോടെക്നോളജിയെക്കുറിച്ച്, അത് ഒരു ഉദാഹരണം ഞാൻ പറയുന്നതാണ്, ബയോടെക്നോളജി, ബയോ ഇൻഫോമാറ്റിക്സ്, അങ്ങനെ ജീനോമിക്സ്, അങ്ങനെ പല ഘടകങ്ങളും ഉൾപ്പെടുത്തിയ 1-2 സെൻറ്റേഴ്സ് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അതിൽ ഉണ്ടാകുന്ന ഗവേഷണങ്ങളും ഗവേഷണ ഫലങ്ങളും അതിന് നമ്മുടെ ലൈഫ് സയൻസസ് പാർക്കിന് വേണ്ടി നമ്മൾ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ കമ്പനീസ് വരുമെന്ന് പറയുന്നുണ്ട്, മെഡിക്കൽ ഡിവൈസസ് ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്, സാങ്കേതിക സർവകലാശാലയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഈ ഇൻഫ്രാസ്ട്രക്ചറും ഉപയോഗിച്ച് ഈ നോളജ് ക്യാപിറ്റലും ഉപയോഗിച്ച് എങ്ങനെ ഈ നോളജ് വർക്കേഴ്സ്, ഈ അധ്യാപകർക്കും അവരുടെ PDFs ഒരു പ്രത്യേക മേഖലയിൽ വരുന്ന ഡോക്ടറൽ ഫെലോസിന് ഒരു പ്രത്യേക പ്രോബ്ലത്തിൽ എങ്ങനെ വർക്ക് ചെയ്യാൻ സാധിക്കും, അങ്ങനെ എത്ര സ്റ്റാർട്ടപ്സ് നമ്മുടെ ബയോസയൻസസ് പാർക്കിൽ നിന്ന് വന്നു, ഇതെല്ലാം കൂടെ ഒരു ഇൻ്റർ കണക്റ്റഡ് സിസ്റ്റമാണ്. ഇതിനെ ഈ ഒരു ഈക്കോ സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഒരിക്കലും നമ്മൾ ഈ യൂണിവേഴ്സിറ്റിയെയോ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാകുന്ന റിസർച്ച് പേപ്പേഴ്സിനെയോ അല്ല, അതിൽ നിന്ന് വരുന്ന പേറ്റൻസ് അല്ലെങ്കിൽ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന പ്രോഡക്ട്സ് അതെങ്ങനെയാണ് നമ്മുടെ നാട്ടിന് ഉപയോഗപ്പെടുന്നത്. ഇപ്പോൾ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും അതുമായിട്ട് പാർട്ട്ണർ ചെയ്യുന്നതായിട്ട് അദ്ദേഹം പ്രതിപാദിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടുത്തെ ഒരു വളരെ നീഡി ആയിട്ടുള്ള ഒരു ഡിവൈസിനെ അതിൻ്റെ കോസ്റ്റ് കുറയ്ക്കാനോ അത് സാധാരണക്കാർക്ക് ലഭ്യമാക്കാനോ എങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത്? ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഞാനത് അഗ്രി ചെയ്യുന്നു. പക്ഷേ പൊതുവേ നമ്മുടെ ഈ പറഞ്ഞ സർവകലാശാലകളുടെ ഭരണ നിർവഹണത്തെക്കുറിച്ചുള്ള സന്ദേഹങ്ങളാണ് ഒരു പക്ഷേ വിജയരാമൻ പറഞ്ഞത്. എനിക്കൊന്ന് സജിക്ക് കുറച്ചും കൂടി ഇത് വേണമെങ്കിൽ സപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ വേറൊരു മേഖലയിലേക്ക് പ്രവേശിക്കുകയാണ്. അത് മാത്രമല്ല, സ്റ്റാർട്ടപ്പുകൾ, ഡിജിറ്റൽ, ഡോക്ടർ ഐസക്കിൻ്റെ ഇന്നത്തെ ബജറ്റിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്ത ഡിജിറ്റലിലാണ്. നമ്മൾ മലയാളി ഡിജിറ്റലാകുകയാണ് കംപ്ലീറ്റ്. എനിക്ക് തോന്നുന്നത് ഒന്ന്, യൂണിവേഴ്സിറ്റിക്ക് അകത്ത് തന്നെ സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലുണ്ട്, ഇന്ത്യയിൽ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റി സിസ്റ്റത്തിന് ഒരുപാട് മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ പോലും അതിനകത്ത് നമുക്ക് എക്സലൻസ് പോസിബിളാണ്. ഒരു ക്ലാസിക് ഇന്ത്യയിലെ എക്സാമ്പിൾ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കെമിക്കൽ ടെക്നോളജീസ് എന്ന് പറഞ്ഞ് യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈയുടെ പാർട്ടായിട്ട് വന്നതാണ്. ഇന്ന് അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ടെക്നോളജി എന്നത് ലോകോത്തര നിലവാരമുള്ള ഒരു സ്ഥാപനമായിട്ട് വളർന്നതാണ്. നമുക്ക് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് ഫോട്ടോണിക്സ്, വേറെ പല സ്കൂളുകൾ ഇതുപോലെ വളരെ ലോക നിലവാരത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് യൂണിവേഴ്സിറ്റി സിസ്റ്റത്തിനകത്ത് നമുക്ക് നല്ലത് വരാൻ പറ്റില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല, പോസിബിൾ ആണ്. MGയിൽ തന്നെ നല്ലോണം ഡെവലപ്പ് ചെയ്തു കെമിസ്ട്രി. എക്സാക്ട്ലി, നാനോ സയൻസിന്റെ അതിൽ ഞാൻ വിജയരാഘവനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല കേട്ടോ. ഇല്ല, വിജയരാഘവനോട് വിയോജിക്കുകയാണ് ഈ കാര്യത്തിൽ. ആ വിയോജിപ്പ് എനിക്കൊന്ന് വരും ദിവസങ്ങളിൽ എക്സ്പ്ലോയിറ്റ് സ്കൂൾ ഓഫ് ഫോട്ടോണിക്സ് സജി പൂർത്തിയാക്കാൻ വേണ്ടി സജിക്ക് ഒരു സമയം കൂടി കൊടുക്കും. ഞാനത് പറഞ്ഞത്, അപ്പോൾ ഇപ്പോൾ ഇതിലിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റേഴ്സ് എന്നുള്ള രീതിയിലാണ് FM ഇത് വിഷ്വലൈസ് ചെയ്തത് തന്നെ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എല്ലാ സ്ട്രെങ്ത് ഒരു യൂണിവേഴ്സിറ്റിക്ക് തന്നെ ഉണ്ടാവില്ല. നമ്മളീ പറഞ്ഞ പല വിഷയങ്ങളും പല സ്ട്രെങ്തുകൾ കൊണ്ടുവരേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആ ഗവേണൻസ് മെക്കാനിസം നമുക്ക് ഇന്നത്തെ ഗവേണൻസ് മെക്കാനിസം ഒരു സെപ്പറേറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഡിപ്പാർട്ട്മെന്റ് സെൻട്രിക് ആവണം, ഡിപ്പാർട്ട്മെന്റുകളായിരിക്കണം വളർന്നു വരേണ്ടത്. ഈ സെന്റേഴ്സ് ആയിരിക്കും വളർന്നു വരിക. സെന്റേഴ്സിനകത്ത് ഒരു യൂണിവേഴ്സിറ്റിയുടെ ഗവേണൻസ് മാത്രമല്ല, മൾട്ടിപ്പിൾ യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്ട്രക്ചർ വരുമ്പോൾ നമുക്ക് കുറെ കൂടി ഫ്രീഡവും കുറെ കൂടി ഓട്ടോണമിയും ഉണ്ടാവും. കാരണം നമുക്ക് സ്കിൽ സെറ്റ്സ് ഉണ്ട്, നമുക്ക് ആൾക്കാരുണ്ട്. അത് മാത്രമല്ല, വി ആർ ആക്ച്വലി ബ്രിങ്ങിങ് ബെസ്റ്റ് ടാലന്റ് ഫ്രം ദ വേൾഡ്. അതാണല്ലോ ഈ PDF കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവരെ നമ്മുടെ ഇൻഡസ്ട്രി വിശ്വസിച്ചു തുടങ്ങിയാൽ വലിയ മാറ്റം ഉണ്ടാവും. അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്. ഇവർ പ്രവർത്തിക്കുന്ന ഒരു ഇക്കോ സിസ്റ്റം ഇവരെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ പ്രധാനം. സെയിം ഒരു ലാർജർ പിക്ചർ നാടിൻ്റെ മുന്നിൽ വെച്ചാൽ മാത്രമേ ഇതൊക്കെ ക്യാരി ഔട്ട് ചെയ്യാനുള്ളൊരു വില്ലുണ്ടാവത്തുള്ളൂ. ഇപ്പം നമ്മൾ യൂണിവേഴ്സിറ്റി നന്നാക്കാൻ വേണ്ടി ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ പറഞ്ഞ പല താല്പര്യങ്ങളും ഒക്കെ ഇടയ്ക്ക് കയറി വരും.
ബട്ട് ദിസ് എ പ്രോഗ്രാം കേരളത്തിൽ 20 ലക്ഷം പേർക്ക് തൊഴിൽ നൽകാനുള്ള പരിപാടിയാണ്. അതിൻ്റെ ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കുന്നതിൽ ഇതൊക്കെ പ്രധാനപ്പെട്ട ബ്രിക്കുകളാണ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും എൻ്റെ പ്രൊഫൈൽ മാറുന്നു മൊത്തത്തിൻ്റെ. ഇത് അനിവാര്യമാണ്, ഇങ്ങനത്തെ ഒരു മാറ്റം വേണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പല ആർഗ്യുമെൻസും വരും. ഇതൊക്കെ വളരെ ശരിയാണ്. ഇത് നമുക്കെല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ഇനർഷ്യയുണ്ട്. അത് തുടങ്ങിയപ്പോൾ തന്നെ ഇത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത്. വളരെ വേണ്ടപ്പെട്ട ഒരാളുണ്ട്, ടിഫാനി. എല്ലാം കേട്ടല്ലോ അല്ലേ? ഈ ചേട്ടന്മാരൊക്കെ പറയണ എല്ലാം കേട്ടല്ലോ. അതെ, തീർച്ചയായിട്ടും സർ. ടിഫാനി എങ്ങനെയാണ്? അല്ല, ചേച്ചിയും പറഞ്ഞത്. സർ, എനിക്ക് ചോദിക്കാനുള്ളത്, എനിക്ക് ബഹുമാനപ്പെട്ട ഡോക്ടർ ഐസക് സാറിനോട് ചോദിക്കാനുള്ളത്, ലാസ്റ്റ് 4 ബഡ്ജറ്റ്സിൽ ഡിസേബിൾഡ് പീപ്പിളിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സർ. പക്ഷേ ഇത് ചെയ്തതിൽ ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്ന പ്രോജക്റ്റ് എന്താണ് സാർ ചെയ്തതും? ഇനി വരാൻ പോകുന്ന 6 crores പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഇപ്പോഴത്തെ 5ാമത്തെ ബഡ്ജറ്റിലാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്, അതായത് PWDസിന് വേണ്ടി സാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോജക്റ്റ്, അവർക്ക് പ്രയോജനകരമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് സാറിൻ്റെ മനസ്സിൽ ഉണ്ടോ? ടിഫാനി പറഞ്ഞ കേട്ട്, ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് താങ്കൾ വിഭാവനം ചെയ്തിട്ടുള്ള അതാണ് ടിഫാനി ചോദിച്ചത്. വൺ അലൊക്കേഷൻ കൂട്ടിയിട്ടുണ്ട് സ്പെഷ്യൽ സ്കൂളുകൾക്കുള്ളത്. എല്ലാ വർഷവും 20 കോടി വെച്ച് കൂട്ടുന്നുണ്ട്. കഴിഞ്ഞ 20 തവണയും കൂട്ടിയിട്ടുണ്ട്. ദെൻ സെക്കൻഡ്, ഒരു ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്ത്, നല്ല മാനദണ്ഡങ്ങൾ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പഞ്ചായത്ത് മുൻകൈ എടുക്കുകയാണെങ്കിൽ ബാരിയർ ഫ്രീയുടെയും ബാക്കിയുള്ള സംസ്ഥാന സർക്കാരിൻ്റെ സ്കീമുകൾ കൂടുതൽ അവർക്ക് നൽകും. സോ ദാറ്റ് താഴെത്തട്ടിന്ന് കൂടി ഒരു പുതിയ കൾച്ചർ നമുക്ക് വേണം അല്ലേ? ഇവരോടുള്ള മാത്രമല്ല, നമ്മുടെ ഹോട്ടല്, നമ്മുടെ ഒരു സ്കൂള്, ഒരു പഞ്ചായത്ത് ഓഫീസ്, സർക്കാർ ഓഫീസ്, ഇവർക്കെല്ലാം സുഗമമായിട്ട് പ്രവേശിക്കാൻ പറ്റുന്നതും മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട സമീപനം. എന്താ ടിഫാനി എന്താണ്? ആക്ച്വലി ഇതെല്ലാം ഓൺ പേപ്പർ ആണ്, പക്ഷേ is it practically being implemented? നമ്മൾ സെക്രട്ടേറിയറ്റിൽ ഇതെല്ലാം കടലാസിലുണ്ട്. നമ്മൾ സെക്രട്ടേറിയറ്റിൽ പോയി കഴിയുമ്പോൾ നമുക്ക് അവിടെ കയറാൻ പറ്റത്തില്ല. പല ഫ്ലോറുകളിൽ ലിഫ്റ്റ് ആക്സസിബിൾ അല്ല, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ടോക്കിംഗ് ഫെസിലിറ്റി ഇല്ല, അല്ലെങ്കിൽ ബ്രെയിൽ ബട്ടൺസ് ഇല്ല. വീൽ ചെയർ യൂസ് ചെയ്യുന്ന ഭിന്നശേഷിക്കാരായ ആൾക്കാരുണ്ട്. അവർക്ക് പല ഓഫീസുകളിൽ അവർക്ക് കയറി പോകാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് പല ആവശ്യങ്ങൾക്ക് അവർ പോകാതിരിക്കും. കാരണം നമുക്ക് ആ ഓഫീസിൽ കയറാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്തിനു പോകണം? അപ്പം നമുക്ക് ഒരുപാട് എന്തായാലും നമ്മൾ ബാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോവിഡ് കാലത്തായാലും ഡിസേബിൾഡ് വിമൻ അനുഭവിച്ച ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഡൊമസ്റ്റിക് വയലൻസ്, ഇൻആക്സസിബിലിറ്റി ഓഫ് സപ്ലൈസ്, ഇൻആക്സസിബിലിറ്റി ഓഫ് ഒരു ഹെൽപ്പ് ലൈൻ, അല്ലെങ്കിൽ ഒരു കൗൺസിൽ ഒന്നും ഇല്ലായിരുന്നു. യാതൊരു തരത്തിൽ ഒരു ഫെസിലിറ്റീസ് ഇല്ലായിരുന്നു. ഇപ്പം സ്പെഷ്യൽ സ്കൂൾസിന് സാർ പറയുന്നുണ്ട്, സാർ ബഡ്ജറ്റ് അലൊക്കേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. പക്ഷേ ഈ സ്പെഷ്യൽ സ്കൂളുകളെല്ലാം സാറ് അലൊക്കേറ്റ് ചെയ്യുന്ന ഫണ്ട്സ് നല്ല രീതിക്ക് ചിലവഴിക്കുന്നുണ്ടോ? എല്ലാ ഫെസിലിറ്റീസും കുട്ടികൾക്ക് നേരിട്ട് എത്തുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയം തന്നെയാണ്. ഇൻ സം സ്കൂൾസ് ഇറ്റ് ഈസ് ഹാപ്പനിങ്, ബട്ട് ഇൻ സം പ്ലേസസ് ഇറ്റ് ഈസ് നോട്ട് ബീങ് ഇംപ്ലിമെൻറ്റഡ്. ഐ എം എ പേഴ്സൺ വിത്ത് എ വിഷ്വൽ ഇമ്പയർമെൻറ്റ് ആൻഡ് ഐ എം എ ഡിസബിലിറ്റി ആക്ടിവിസ്റ്റ്. ഞാൻ ഒരുപാട് സ്കൂളുകളിൽ പോകാറുണ്ട്. ഇപ്പോഴും കണ്ടീഷൻസ് വളരെ മെച്ചപ്പെടാനുണ്ട്. ഒരുപാട് അക്സസിബിലിറ്റി പ്രൊവിഷൻസ് ഇനിയും വരാനുണ്ട്. താങ്ക് യു സർ. ഒരുപാട് കുറവുകൾ ഡോക്ടർ ഐസക്, ഇപ്പോൾ അവരൊരു ആക്ടിവിസ്റ്റും കൂടിയാണ്. ഇത് വളരെ ശരിയായിട്ടുള്ളതാണ്. ഒരുപാട് കുറവുകൾ ഉണ്ട് എന്നുള്ളത്. ഒന്ന്, സർക്കാർ ഇതിനു വേണ്ടി നീക്കി വെക്കുന്നതിൽ കരുതൽ കുറവാണ് താരതമ്യേന. ഇപ്പോൾ സാധാരണ സ്കൂളുകളിൽ എല്ലാ ചിലവുകളും സർക്കാർ തന്നെ വഹിക്കും. അതേസമയത്ത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള സ്കൂൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചെറിയൊരു ഭാഗം പോലും സർക്കാർ വഹിക്കുന്നില്ല. സർക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് താരതമ്യേന കുറവ്. രണ്ടാമത്തത് സൊസൈറ്റൽ ആറ്റിറ്റ്യൂഡിൻ്റെ. ഒരു മിനിറ്റ് ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്തതല്ലേ എയ്ഡ് കൊടുക്കാനായിട്ട്? എന്താ ഈ ഗവൺമെൻറ് അത് വിട്ടുപോയത്? ഈ സ്കൂളുകൾക്ക് ഉള്ള ടീച്ചർമാരുടെ ശമ്പളത്തിൻ്റെ
കംപ്ലീറ്റ് കാര്യങ്ങൾ എയ്ഡ് കൊടുക്കുന്നതിന് വേണ്ടി ചെയ്തിട്ടാണ് പോയത്. പക്ഷേ എന്തുകൊണ്ടത് തവണ വിട്ടുപോയി? കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു മാനദണ്ഡവും ഇല്ലാത്ത നിയമനങ്ങളാണ് അത് സർക്കാർ ഏറ്റെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് സോ അതുകൊണ്ട് ഓൾട്ടർനേറ്റീവായിട്ട് ഉപയോഗിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 crores ഉണ്ടായത് ഇപ്പോൾ 60+20 80 crores ആയിട്ട് വർദ്ധിപ്പിച്ചു. ഇനിയും കൂടുതൽ വർദ്ധിപ്പിക്കാം. രണ്ടാമത്തേത് എനിക്ക് തോന്നുന്നു നമ്മുടെ സമൂഹത്തിൽ ഇതിനെക്കുറിച്ചുള്ള അവയർനെസ്സും കൺസേണും കൂടേണ്ടതുണ്ട്. അപ്പോൾ അവിടെ ബന്ധപ്പെട്ട ഫാമിലീസിന് മാത്രമല്ല, പൊതുവായിട്ട്. അപ്പം അതിൽ ഈ ബഡ് സ്കൂളുകൾ ലോക്കൽ ഗവൺമെൻറ്റ്സ് ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അവിടെ ചിലർ ഇപ്പോൾ ബാരിയർ ഫ്രീ മൊത്തത്തിൽ അവരുടെ ഇടപെടൽ സംസ്ഥാന സർക്കാർ, ലോക്കൽ ഗവൺമെൻറ്, സന്നദ്ധ സംഘടനകൾ ഇതെല്ലാം വരുമ്പോൾ കുറച്ചുകൂടി അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കി. പിന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ളവരെ മുഴുവനും സ്പെഷ്യൽ സ്കൂളിലേക്ക് മാറ്റുക എന്നുള്ളതല്ല, അതിൽ മൈൽഡായിട്ടുള്ള മുഴുവൻ പേരെ നോർമൽ സ്കൂളിൽ തന്നെ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് കൂടി വരുന്നുണ്ട്. എല്ലാ സ്കൂളിലും സൈക്കോ കൗൺസിലേഴ്സിനെ പ്രത്യേകമായിട്ട് നിയമിക്കുന്നതിന് തത്വത്തിൽ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. ശ്രീ ഫിലിപ്പോസ്, അതായത് ധനകാര്യ മേഖലയാണ് ഡോക്ടർ ഐസക്കിന് പിന്തുണ കൊടുക്കേണ്ട ഒരു മേഖല. അതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തിന്റെ അധിപനാണ്. അതെ 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 12,000 കൊടുക്കുന്ന താങ്കൾ ഒരുപാട് മോഹങ്ങൾ ഡോക്ടർ ഐസക്കിന് കൊടുക്കുന്നുണ്ട്. ആ മോഹം മാത്രം കൊടുത്താൽ പോരാ. ഒന്ന്, ഡിജിറ്റൽ എക്കോണമിക്ക് വേണ്ടിയുള്ള ഒരു ശ്രമവും അതിനു വേണ്ടിയുള്ള കുറച്ച് പദ്ധതികളും. മറ്റൊന്ന്, ഒരിക്കലും ഉണ്ടാകാത്തത്ര വലിയ ഫോക്കസ് ഉന്നത വിദ്യാഭ്യാസത്തിന് ഈ ബഡ്ജറ്റിലുണ്ടായി. മുമ്പൊരിക്കലും ഒരു ബഡ്ജറ്റിലും വിവിധ പരിപാടികളിലൂടെ ഇത്ര വലിയ ഫോക്കസ് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ചില തർക്കങ്ങൾ വരും, ഇത് യൂണിവേഴ്സിറ്റി സംവിധാനത്തിനകത്ത് വിജയിപ്പിക്കാൻ പറ്റുമോ, ഇതൊരു ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷനായി അങ്ങനെ വളരുമോ, അതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്രാവശ്യം കൊടുത്ത ഒരു ഫോക്കസ് അതിനെ നമ്മുടെ അക്കാഡമിക് സമൂഹം തീർച്ചയായും സ്വാഗതം ചെയ്യും. പിന്നെ അതിൻ്റെ പ്രായോഗികതയെക്കുറിച്ച് കുറേ കൂടെ വലിയ ചർച്ചകൾ നടക്കണം. യൂണിവേഴ്സിറ്റീസിൽ തന്നെ അതിൻ്റെ ഒരു പ്രതികരണം വരണം. കാരണം ഡോക്ടർ ഐസക് എന്ന് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, 70കളിൽ അച്യുതമേനോൻ മുൻകൈയെടുത്ത് നമുക്ക് സ്ഥാപനങ്ങൾ ഇവിടെ സ്ഥാപിച്ചു. അന്ന് അതിൻ്റെ പ്രാധാന്യം വേണ്ട പോലെ അന്ന് മനസ്സിലാക്കിയില്ല. പിന്നീടാണ് അത് നമുക്ക് ബോധ്യപ്പെട്ടത്. പിന്നെ ഇത്രയും കാലമായിട്ടും അതുപോലെയുള്ള സ്ഥാപനങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ ഒരു ഗവൺമെൻറ്റിനും കഴിഞ്ഞിട്ടില്ല. ആ പരാജയമാണ് ചൂണ്ടിക്കാണിച്ച് ഇന്നൊരു വലിയ ശ്രമം നടക്കുന്നത്. അതിലൊരു ചർച്ച നടക്കട്ടെ. വിജയരാഘവൻ്റെ ആശങ്കകൾ, അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് ഓണേഴ്സ് കോഴ്സ് പ്രതീക്ഷിച്ച പോലെ വ്യാപകമായില്ല, ഇങ്ങനെയുള്ളതൊക്കെ. എങ്കിലും അതൊരു ചർച്ച വരട്ടെ. ആ ചർച്ചയ്ക്ക് ഈ ബഡ്ജറ്റ് ഉതകും. രണ്ടാമത്തെ കാര്യം, ഈ ഡിജിറ്റൽ എക്കോണമിക്ക് വേണ്ടി ഒരു വലിയ സ്ട്രെസ് ഈ ബഡ്ജറ്റിലുണ്ട്. അതിൽ KSFക്കും ഒരു നല്ല റോൾ ധനകാര്യമന്ത്രി ബഡ്ജറ്റിൽ കൂടി വിഭാവനം ചെയ്തു എന്നുള്ളതിൽ KSFക്ക് വളരെയധികം കടപ്പാടുണ്ട്. കാരണം ഞങ്ങൾ 50 കൊല്ലം ഒരു വെറും ചിട്ടി സ്ഥാപനം എന്ന നിലയിൽ അവിടെ നിന്ന് മാറി ഇന്ന് കേരളത്തിൽ ഈ കാര്യങ്ങളിലൊക്കെ പങ്കുവഹിക്കാൻ പറ്റുന്ന കെൽപ്പുള്ള ഒരു നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായി KSFയെ വളർത്തുന്നതിൽ തീർച്ചയായും ഫിലിപ്പോസ്, ഇന്ന് കേരളത്തിന്റെ അടിസ്ഥാന മേഖല ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ പരിപോഷിപ്പിക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ലാപ്ടോപ്പ് ആയാലും ഇതിലെ മറ്റു ധനനയത്തിലെ ഒരു പ്രധാനപ്പെട്ട ന്യൂ എലമെൻ്റ് കൊണ്ടുവന്നിരിക്കുന്നത് സാധാരണ സർക്കാരിൻ്റെ വരവും ചെലവുമാണ് ധനനയത്തിന്. പക്ഷേ അതിന് വളരെ പരിമിതിയുണ്ട്, അത് കൂടിക്കൊണ്ടിരിക്കുക പരിമിതികൾ. സോ കഴിഞ്ഞ 5 വർഷക്കാലം, ഈ വർഷം പ്രത്യേകിച്ച്, നമ്മുടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വർക്ക് ഫോഴ്സ് വിത്ത് ഡ്യൂ ഡിലിജൻസ് ആൻഡ് സോ ഓൺ, അവർ വഴി മൊബിലൈസ് ചെയ്യുക, അവർ വഴി സർക്കാരിനല്ല, അവർ വഴി പുറത്ത്. ഇപ്പോൾ കോവിഡിന് 2000 കോടി ഒരു സഹായം കൊടുക്കണം. യൂസ്ഡ് കുടുംബശ്രീ 2000 കോടി സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ നിന്ന് ഏതെങ്കിലും കാലത്ത് കൊടുക്കാൻ പറ്റും. ബട്ട് ഇന്ന് 2000 കൊടുക്കുന്നു. ഇപ്പോൾ ലാപ്ടോപ്പ് വിതരണം ചെയ്യണം. ഹൗ ഡു യു ഇൻവെസ്റ്റ്? നിങ്ങൾക്കൊരു 5000 കോടി
അഡ്വാൻസ് ചെയ്യേണ്ടി വരും. യു യൂസ് ദിസ് KSFE, എംപ്ലോയ്മെൻറ്റ് ജനറേഷന്, ഇതിനെല്ലാം. അപ്പോൾ ഇതെന്നുവെച്ചാൽ ധനകാര്യ സ്ഥാപനമാണ് എന്നൊരു ഓർമ്മ വേണം, ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്തതിനെ കുറിച്ചുള്ള ധാരണ വേണം. ബട്ട് ഈ ഇത്രയും ചെയ്യാൻ കഴിയുന്നത് ഈ ധനകാര്യ സ്ഥാപനങ്ങളെ പിന്നെ ഉപയോഗപ്പെടുന്നതുകൊണ്ടാണ്. കിഫ്ബി ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ. ആൻഡ് പറഞ്ഞ കിഫ്ബി മാത്രം, ഞാനിപ്പോൾ ഇൻഷുറൻസിനെ കുറിച്ച് പറഞ്ഞു. സർ, 8,000 കോടി രൂപയാണ് ഇൻഷുറൻസിൻ്റെ ഫണ്ട് ബാലൻസ്. 4 years ബാക്ക് ഇറ്റ് വാസ് ഓൺലി 4,000 crores. ഇത് ഓൾമോസ്റ്റ് ഡബിൾ ചെയ്യുക. അത് എങ്ങനെ? പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ഇൻഷുറൻസ് ഇതുവഴിയാണെന്ന് പറഞ്ഞാൽ യു ക്യാൻ ഈസിലി റേസ് ഫണ്ട് ബാലൻസ് ഇന്നത്തെ ഈ പറയുന്ന തുകയിൽ നിന്ന് ഒരു 15,000 കോടിയാക്കാനൊന്നും വലിയ പ്രയാസമില്ല. ആൻഡ് ഇറ്റ് ഈസ് ഇൻട്രസ്റ്റ് ഫ്രീ. ഇറ്റ്സ് ലൈങ് ഇൻ ദ ട്രഷറി, ഇൻട്രസ്റ്റ് ഫ്രീ. സോ ഞാൻ സമീപകാലത്താണ് ഇതിൻ്റെ ഒരു സ്ട്രൈക്ക് ചെയ്തത്. ഇത്രയും വലിയ ഫണ്ട് ബാലൻസ് പ്രത്യേകിച്ച് ചിലവൊന്നും ഇല്ലാതെ വന്നുകൊണ്ടിരിക്കുന്നു. ഡോക്ടർ ഐസക്കിന് ഇങ്ങനെ പൈസ വന്നുകൊണ്ടിരിക്കുകയാണ്. KSFE ഒക്കെ വലിയൊരു പങ്ക്. ഞാൻ പറയാം, ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ജോൺ പറഞ്ഞു വെച്ചതാണല്ലോ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഓരോ സാധ്യതകളാണ് നമ്മൾ പറയുന്നത്. പ്രവാസി ചിട്ടി KSFE അതിൽ മുന്നോട്ട് പോകാൻ അനുവാദം തരികയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തത് ഡോക്ടർ ഐസക്കാണ്. ഇപ്പോൾ പ്രവാസി ചിട്ടി എന്ന് പറയുന്ന ആ സങ്കല്പത്തെ ഒന്ന് യാഥാർത്ഥ്യമാക്കി. നേരത്തെ അനുവാദം ഉണ്ടെങ്കിലും സാധിച്ചില്ല. അല്ല ഞാൻ പറയാം, അല്ല പക്ഷേ ഇതിലെ പ്രശ്നം പഴയൊന്നും മറക്കേണ്ട കാര്യമില്ല. ഞാൻ തന്നെ പ്രവാസി ചിട്ടി നേരത്തെ തുടങ്ങിയതാ, ഇപ്പൊ കുറച്ചും കൂടെ കൂട്ടി. അല്ലല്ല, പ്രവാസി ചിട്ടി വിരോധമില്ലല്ലോ. അനുവാദം KM is not a bad word now. അല്ലല്ല, KM മാണി ധനകാര്യമന്ത്രിയായിരുന്ന കാലത്ത് തന്നതാണെന്ന് ഞങ്ങൾ ഇത് ലോഞ്ച് ചെയ്യുന്ന ഡേയിൽ തന്നെ പരസ്യമായി നന്നായി പറഞ്ഞിട്ടുള്ളതാണ്. ജോൺ അത് ജോണിൻ്റെതായ ഉദ്ദേശങ്ങളുള്ള സെലക്റ്റീവ് അംനീഷ്യ അല്ല ഞാൻ പറയാൻ വരുന്നത്. ഇപ്പോൾ പ്രവാസി ചിട്ടിയുടെ ഒരു പുരോഗതി നോക്കിയാൽ അറിയാം. ഈ കോവിഡ് കാലഘട്ടത്തിൽ ഒരുപാട് പ്രവാസികൾ നാട്ടിലേക്ക് തിരിച്ചു വന്നു. ഇന്നലെ സാമ്പത്തിക സർവേയിലൊക്കെ പറഞ്ഞത് അക്കാര്യമാണ്. പക്ഷേ എന്നിട്ടും പ്രവാസി ചിട്ടിയിൽ ഓരോ മാസവും എൻറോൾ ചെയ്യപ്പെടുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരുന്നു. അവരയക്കുന്ന പണത്തിൻ്റെ തോത് കൂടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും അവർക്ക് വിശ്വസിക്കാവുന്ന ഒന്നായി പ്രവാസി ചിട്ടി വളർന്നു. ഇപ്പോൾ കിഫ്ബി ബോണ്ടിൽ ഞങ്ങൾ 300 കോടി രൂപയെ കൊടുത്തിട്ടുള്ളൂ. എങ്കിലും ഈ ഒരു വർഷം കൊണ്ട് അത് 1000 കോടിയാക്കാൻ അത്ര വലിയ പ്രയാസമൊന്നുമില്ല, ഇല്ലെന്ന് തന്നെയാണ്. കാരണം എന്തറിയാം, ഈ അല്ല ഇപ്പോൾ ജോൺ ഒരു പുതിയ പുതിയ ചിന്ത വരുമ്പം അതിൻ്റെ അകത്ത് പ്രായോഗികമായ കുറേ കാര്യങ്ങൾ വരും, ഒരുപാട് തടസ്സങ്ങൾ വരും. KSFEക്ക് ഗൾഫിൽ ബ്രാഞ്ച് തുടങ്ങാനാണ് മുൻ ഗവൺമെൻറ് കാലത്ത് ആലോചിച്ചത്. അത് അപ്രായോഗികമാണെന്ന് അനുഭവത്തിൽ പഠിച്ചു. അവരുടെ രാജ്യങ്ങളുടെ നിയമം അനുസരിച്ച് അത് സാധിക്കത്തില്ല. ഇതിപ്പോൾ തിരുവനന്തപുരത്ത് ഇരുന്നുകൊണ്ടാണ് ലോകം മുഴുവൻ ചിട്ടി നടത്തുന്നത്. ഇത് ഇനി അങ്ങോട്ടുള്ള കാലത്ത് ഒരു പക്ഷേ നാട്ടിലെ ചിട്ടിയേക്കാൾ കൂടുതൽ കോൺട്രിബ്യൂഷൻ വരുന്ന ഒന്നായി പ്രവാസി ചിട്ടി മാറും. കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിന്നുന്ന അല്ല തിളങ്ങുന്ന മേഖല എന്ന് പറയുന്നത് ആരോഗ്യ മേഖലയാണ്. അപ്പോൾ അക്ഷയിൽ ആ മേഖലയെ പ്രദാനം ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം ഇന്ന് ഡോക്ടർ ഐസക്ക് കേരള ബ്രാൻഡ് എന്ന് പറയുമ്പോൾ അതിന് പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികാരം എന്ന് പറയുന്നത് കേരള ബ്രാൻഡ് ബിഫോർ September 1. September 1 എന്നുള്ള ഒരു ഡേറ്റ് പറയൂ അക്ഷയ്. കേരള ബ്രാൻഡ് സ്റ്റിൽ എ ബ്രാൻഡ്. അപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഇപ്പം കേന്ദ്ര സർക്കാർ അടക്കം വന്ന് പറഞ്ഞത് നമ്മൾ മികച്ചിരിക്കുന്നു പറഞ്ഞതിന് കാരണമുണ്ട്. ബിക്കോസ് നമ്മൾ ഇപ്പോഴത്തെ കേസ് കൂടെ നോക്കണ്ട, ദാറ്റ്സ് അനദർ തിങ് ആൻഡ് ഡിസ്കഷൻ. ഐ തിങ്ക് അതല്ല ടോപ്പിക് എന്നുണ്ട്. കേരള ഇസ് സ്റ്റിൽ എ ബ്രാൻഡ് ഇൻ കോവിഡ് ആൻഡ് ബെസ്റ്റ് ബ്രാൻഡ്. അപ്പം ആദ്യം തോമസ് ഐസക് സാറോട് നന്ദി പറയാനുള്ളത് September 1 ഇടയ്ക്കിടയ്ക്ക് ജോൺ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മറുപടി അല്ല, അതിൽ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോൾ കേസ് കൂടുന്നത്, എന്തുകൊണ്ടാണ് അത് പറയാം. ഡൽഹിയിലോ തമിഴ്നാടോ മറ്റൊരു സ്ഥലം മാസ്ക് ഇടാതെയും ആളുകൾ നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവിടെ കേസ് കൂടാത്തത്? എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോൾ കേസുള്ളത് എന്നുള്ള ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ SEIRD മോഡൽ എന്ന് പറയും. സസെപ്റ്റബിൾ ആളുകൾ, നമ്മൾ ഒരു അസുഖം ഒരു സംസ്ഥാനത്തേക്ക് വരുമ്പം അവിടെ എല്ലാവരും സസെപ്റ്റബിൾ ആണ് ആദ്യഘട്ടത്തിൽ.
സസെപ്റ്റബിൾ ആളുകളിൽ എക്സ്പോഷർ ഉണ്ടാകുമ്പം അവർ ഇൻഫെക്റ്റഡ് ആവുകയും അതിൽ ചിലവർ റിക്കവർ ചെയ്യും, ചിലവർ ഡെഡ് ആവും എന്നാണ് അതിൻ്റെ ലോജിക്ക്. നമ്മൾ സസെപ്റ്റബിൾ ആളുകളെ പരമാവധി അവരിലേക്ക് രോഗം എത്തുന്നത് വളരെ വൈകിപ്പിക്കുക, അതായത് ഡിലേയിങ് ദ പീക്ക്. ഇന്ത്യയിൽ ആദ്യം കേസുണ്ടായ കേരളത്തിലാണ് അവസാനം ഉച്ചസ്ഥായിലെത്തുന്നത്. നമ്മളുടെ ഇപ്പോഴും ശതമാനത്തിൽ സസെപ്റ്റബിൾ ആളുകൾ കൂടുതലുള്ളതുകൊണ്ടാണ് നമ്മൾ ഇളവുകൾ നൽകുമ്പോൾ ഇപ്പോൾ കേസ് കൂടുന്നത്. ഇപ്പോൾ ഇളവുകൾ നൽകുമ്പോൾ കേസ് കൂടിയില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ബ്രേക്ക് ദ ചെയിൻ പോലുള്ള സാധനങ്ങൾ പരാജയമാണെന്ന് വിചാരിക്കേണ്ടി വരും. കാരണം നമ്മൾ സസെപ്റ്റബിൾ ആളുകൾ അങ്ങനെ നിർത്താൻ വേണ്ടി പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പാൻഡമിക് റെസ്പോൺസിനെ കുറിച്ച് അറിയുന്ന എല്ലാവരും പറയുക ഡിലേയിങ് ദ പീക്ക്. ഇന്ത്യയിൽ ആദ്യം കേസ് തുടങ്ങി കേരളത്തിലാണ്, ഇന്ത്യയിൽ അവസാനം ഉച്ചസ്ഥായിലെത്തുന്നത്. ബാക്കി എല്ലാ സംസ്ഥാനം ഇങ്ങനെ പോയെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് പോയത്. പക്ഷേ ഈ സ്പോട്ടിൽ നോക്കുമ്പോൾ നമ്മൾ കൂടുതലായിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനം 12,000-ൽ കൂടുതൽ മരണങ്ങളുണ്ടായത്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് കേസ് ഫെറ്റാലിറ്റി റേറ്റ്, മരണനിരക്ക് എങ്ങനെ കേരളത്തിൽ വന്നത്? കേരളത്തിൽ ഫോളോ ചെയ്ത സ്ട്രാറ്റജിയാണ്. അതാണ് കേന്ദ്ര സർക്കാർ ടീം അടക്കം കഴിഞ്ഞ ദിവസം വന്നപ്പോൾ, അല്ലെങ്കിൽ പല ഉദ്ദേശങ്ങളും കൊണ്ട് കൊണ്ടുവന്നെങ്കിൽ പോലും കൃത്യമായിട്ട് പറഞ്ഞത് കേരളത്തിന് മികച്ചതാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ ബ്രാൻഡിങ്ങിൽ നമ്മൾ അങ്ങനെയല്ല സാർ, ആൾക്കാർ മനസ്സിലാൻ വേണ്ടി പറയുന്നതാണ്. അതിന്റെ നോട്ട് ഇൻ പൊളിറ്റിക്സ് ഓഫ് അല്ല. ഒരു മിനിറ്റ്, ഇപ്പം ഇന്ത്യയിലെ കേസ് പറഞ്ഞല്ലോ. ഇന്ത്യയിൽ ഇപ്പൊ DST ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഒരു സ്റ്റഡി നടത്തി. അതിൻ്റെ അകത്ത് ഇന്ത്യയിൽ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ 90 കേസ് അൺഡിറ്റക്റ്റഡ് ആണ്. 90 കേസ്. അത് ഏറ്റവും കുറവ് കേരളത്തിലാണ്. ആ ഡിഫറൻസ് അത് 20 കേരളത്തിൽ. അതായത് ഒരു കേസ് ഡിറ്റക്ട് ചെയ്യുമ്പോൾ സമൂഹത്തിൽ 20 കേസ് ഉണ്ടാവുന്നു. ബിക്കോസ് അവർ ഡിറ്റക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു 300 ഇരട്ടിയാണ് ആ അൺഡിറ്റക്ഷൻ റേറ്റ് യു പി ബീഹാറിൻ്റെ കാര്യം എടുക്കും. ബീഹാറിലെ മരണനിരക്കിൻ്റെ കാര്യം പറഞ്ഞു. ബീഹാറിൽ സിവിൽ രജിസ്ട്രേഷൻ ഓഫ് ഡെത്ത്, അതായത് സാധാരണഗതിയിൽ പോലും രജിസ്ട്രേഷൻ ഓഫ് ഡെത്ത് വെറും 31%. അതായത് 69% ആളുകളുടെ ഡെത്ത് രജിസ്റ്റർ പോലും ചെയ്യുന്നില്ല. കേരളം 1980-കൾ തൊട്ട് 100% ഡെത്ത് രജിസ്ട്രേഷനിലാണ്. കേരളത്തിൻ്റെ സർവൈലൻസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇത് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അൺകമ്പയറബിൾ എന്നുള്ളതാണ്. അതേസമയം ദർ ആർ മെനി അതർ തിങ്സ്. ഞാൻ പറയുന്നില്ല. വാട്ട് നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ലൈഫും ലൈവ്ലിഹുഡും ആരോഗ്യ സംവിധാനങ്ങളുടെ കപ്പാസിറ്റിയും ഇത് ടൈട്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മളുടെ മരണനിരക്ക് 0.41, അതായത് മെയ് മാസത്തിൽ 0.77% നമ്മൾ 0.41 ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. എന്താണ് നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കും എന്താണ് നമ്മൾ ലൈവ്ലിഹുഡ് അനുവദിക്കുന്ന സമയത്ത് ലൈഫ് വല്ലാതെ നഷ്ടപ്പെടുന്നുണ്ടോ, മരണനിരക്ക് കൂടുന്നുണ്ടോ. ദെൻ വി ക്ലാമ്പ് ദ പ്ലേസസ്. ക്ലസ്റ്റർ ഇപ്പോൾ ഈ ആദ്യം നമ്മൾ എന്താ ചെയ്ത് ലോക്ക്ഡൗണുകൾ ചെയ്തു, പിന്നെ ക്ലസ്റ്റർ കണ്ടെയ്ൻമെന്റ് സ്ട്രാറ്റജി എടുത്തു. ഇപ്പോൾ നമ്മൾ എന്താ പറയുന്നത് ആളുകൾ ഇൻഡിവിജ്വലി ചെയ്ത്. കാരണം ഇറ്റ്സ് എ പാൻഡമിക് റെസ്പോൺസ് ഹാസ് ഗോട്ട് മെനി തിങ്സ് ടു ലേൺ ഇൻ ദാറ്റ്. ഞാൻ പറയുന്നത് ഇന്ന് തോമസ് ഐസക് സാറിൻ്റെ ബജറ്റ് സ്പീച്ചിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഈ സ്റ്റാർട്ടഡ് വിത്ത് അപ്രീഷിയേറ്റിംഗ് ഓൾ ഓഫ് us. ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ്. നമ്മൾ ഈ കോവിഡ് ആരോഗ്യ പ്രവർത്തകരെ അത് പ്രത്യേകിച്ച് സാറിന് ഒരു ആരോഗ്യ പ്രവർത്തന രീതിയിൽ നന്ദി അർപ്പിക്കാൻ പറ്റും. മാത്രമല്ല അതന്നെ അത് ബജറ്റിൽ വന്നതുകൊണ്ട് അതിന് പ്രത്യേകം ഒരു obviously we like to place that. ഇനി ഹെൽത്ത് റെസിലിയൻസ്, അതായത് നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തിന് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യപ്പെടുന്നത് ഇനി അതായത് കോവിഡ് കഴിഞ്ഞു, നമ്മൾ നിപ്പ കഴിഞ്ഞു, കോവിഡ് കഴിഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞ് നിൽക്കുമ്പോൾ നൗ വാട്ട് വി നീഡ് ടു സേ നമ്മൾ റെസിലിയൻറ്റ് ഹെൽത്ത് സിസ്റ്റം ഉണ്ടാക്കണം. ദാറ്റ്സ് ഐ തിങ്ക് ദ ബഡ്ജറ്റ് ആക്ച്വലി സേസ് ദാറ്റ്. നമ്മളുടെ ഈ ഒരു ആശാപ്രവർത്തകർ തൊട്ട് മെഡിക്കൽ കോളേജ് വരെയുള്ള ഒരു ശൃംഖല, ആശാപ്രവർത്തകർ ഇപ്പോൾ 1000 രൂപ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. നമ്മളിപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ റിഫോംസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം FHCs, അതായത് ഫാമിലി ഹെൽത്ത് സെൻറ്റേഴ്സ്. കാരണം നമ്മളുടെ നേരത്തെ ഉണ്ടായിരുന്ന ആരോഗ്യ സംവിധാനങ്ങളൊക്കെ മാറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത്, അതായത് മാതൃശിശു സംവിധാനങ്ങൾ അവരുടെ കെയറിനെ വെച്ചിട്ടാണ് ഇന്ത്യയിലെ ഹെൽത്ത് സിസ്റ്റം പൊതുവിൽ ഉണ്ടായത്. ഫാമിലി പ്ലാനിങ്ങും മാറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത്. എന്നാൽ കേരളത്തിലെ പുതിയ ചലഞ്ചുകൾ നമ്മുടെ ജീവിത ശൈലി രോഗങ്ങൾ അത് കൂടുമ്പോൾ നമ്മുടെ PHCകൾ അടക്കം നവീകരിക്കേണ്ടതുണ്ട്. അതിനാണ് FHC എന്നുള്ള കൺസെപ്റ്റ്. എന്താണ് റീബിൽഡ് കേരളയ്ക്ക് എന്ത് പറ്റി? റീബിൽഡ് കേരള എക്സ്പെൻഡിച്ചർ 0 ആണ്. റീബിൽഡ് കേരള ഒന്നും ചെയ്തിട്ടില്ല. 1792 കോടി രൂപ അദ്ദേഹം അതിലില്ല, അത് വേറെ കാര്യം, നൽകിയിട്ടുണ്ടെങ്കിലും 3909 കോടിയുടെ പ്രോജക്റ്റുകൾ ടെൻഡർ ചെയ്തിട്ടേ ഉള്ളൂ. 3 കൊല്ലം കഴിഞ്ഞു. ഇതൊന്നും കോവിഡല്ല ഉത്തരവാദി. അതേപോലെ തന്നെ ഞാൻ നേരത്തെ കിഫ്ബിയുടെ കാര്യം, അദ്ദേഹത്തിൻ്റെ ഇഷ്ട വിഷയം കിഫ്ബിയാണ്. കിഫ്ബിയിൽ ഇപ്പോൾ എക്സ്പെൻഡിച്ചർ വന്നിട്ടുണ്ട്, നല്ല കാര്യം, 7000 കോടി. 7000 കോടി 4 കൊല്ലം കൊണ്ട്. അപ്പോൾ അത് പെർ ഇയറും എടുക്കാം, ആദ്യത്തെ ഇയർ കൂട്ടണ്ട, 3 കൂട്ടാം. പക്ഷേ വാട്ട് ഹാപ്പൻ ടു ദ പ്ലാൻ? അത് TK നാരായണനെ പോലെ ഇന്ത്യ മുഴുവൻ ഭരിച്ചാലോടെ ഇരിക്കുകയല്ലേ. 30,000 കോടിയുടെ അടങ്കിൽ 27,000 കോടിയായിട്ട് കോവിഡിന് മുമ്പേ ഫിക്സ് ചെയ്തു കഴിഞ്ഞ വർഷം. ഈ വർഷവും 27,000 അത് ഇതിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ എത്ര വ്യത്യാസം വന്നു? 33 ആവേണ്ടത് 27 36 ആവേണ്ടത് ഇപ്പോഴും 27 ഏതാണ്ട് അടങ്കലിൽ 10,000 കോടിയുടെ വ്യത്യാസം വന്നു സാർ.
അടങ്കലിൽ പ്ലാൻ അടങ്കലിൽ Okay. എന്നിട്ട് ഒരു എന്നിട്ട് 4 കൊല്ലം കൊണ്ട് Okay. അല്ല 4 കൊല്ലം കൊണ്ട് ഞാൻ കിഫ്ബിയെ തള്ളി പറയുന്നില്ല, കിഫ്ബി തള്ളി പറയുന്നില്ല. ഒരു വരി intervention. എക്സ്പെൻഡിച്ചർ 7000 ആണ്. താങ്കൾ അദ്ദേഹത്തിന്റെ പേര് ഓക്കേ, പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് തന്നെ ഞാൻ പറയുന്നത് അദ്ദേഹം എല്ലാം ചെയ്ത ആളല്ലേ. അല്ല, അപ്പോൾ ഇതിനു മുമ്പും പല അവസരങ്ങളിലും ഇന്നും ഈ പ്രശ്നം നമ്മൾ ഉന്നയിച്ചതാണ്. അതായത് പ്ലാനുകൾ ഉണ്ടാക്കുന്നതിലോ അല്ലെങ്കിൽ അതിന് വിഹിതം മാറ്റിവെക്കുന്നതിലോ അല്ല പരാജയം, പ്ലാനുകൾ നടപ്പാക്കുന്നതിലാണ്. ഒരു ഗവൺമെൻറ്റിൻ്റെ സക്സസ് ഓർ ഫെയിലിയർ does not depend upon the plans it makes. It depends upon the way in which you implement them. There the way in which you implement them is important and also the results are important. ഇപ്പോൾ ഈ ഇതിൻ്റെ പ്രളയ അനന്തര പരിപാടികളെക്കുറിച്ച് പറഞ്ഞു. മറ്റ് പല പരിപാടികളിലും അത് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നന്നായിട്ടറിയാം. തീർച്ചയായിട്ടും ഇതിൽ ഈ ഇംപ്ലിമെൻറ്റേഷനിൽ വരുന്ന പാളിച്ചകളാണ് രാജ്യത്തെ പുരോഗതിയുടെ പാതയിൽ നിന്നും കുറച്ച് പിന്നോക്കം. ഔട്ട്കം ബജറ്റ് എന്നുള്ള കോൺസെപ്റ്റ് തന്നെ കൊണ്ടുവന്നത്. അതെ, അതൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ഇതിൽ വേറൊന്നും കൂടെ പറഞ്ഞാൽ ഇത് ഒരു ഫ്രം എ ബ്യൂറോക്രാറ്റിക് പോയിന്റ് ഓഫ് വ്യൂ എന്ന് വെച്ചാൽ അവസാനത്തിൽ ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ബഡ്ജറ്റ് പാസ്സാക്കി വലിയ ഡിസ്കഷൻസൊക്കെ ഉണ്ടായി അവസാനത്തിൽ ഇത് പോകുന്നത് എവിടേക്കാണ്? ഇംപ്ലിമെൻറ്റേഷൻ്റെ. ആ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആളുകൾ അവർക്ക് എന്തെങ്കിലും ഇതിനൊരു മോട്ടിവേഷൻ ഉണ്ടോ? അത് ഒരിക്കലും നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങളല്ല. ഒരു ഉദ്യോഗസ്ഥനും മറ്റൊരു ഉദ്യോഗസ്ഥനും തമ്മിലുള്ള വ്യത്യാസം എന്തിനാണ്? ചിലർക്ക് ദേ ആർ സെൽഫ് മോട്ടിവേറ്റഡ്. പക്ഷേ ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ആളുകളെ മാത്രം അവരിൽ മാത്രം ഉൾക്കൊള്ളുന്നൊരു കാര്യമാവരുത്. എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്ത് അവരിലുള്ള ദ ബെസ്റ്റ് ഇൻ ദം അത് എങ്ങനെ ഈ പരിപാടി നടത്തുന്നതിന് ഉപയോഗപ്രദമാക്കി കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് ഇതിൻ്റെ കാതലായിട്ടുള്ളത്. ഓക്കെ സർ, അതിലുള്ള ശ്രദ്ധയില്ല. ഒരു കാര്യം കൂടെ, ഇതിനെ ഇടയ്ക്കിടയ്ക്ക് പല തട്ടുകളിൽ ഇതിനെ റിവ്യൂ ചെയ്യുക എന്നൊരു സിസ്റ്റമുണ്ട്. റിവ്യൂ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം അന്ന് വരെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെ, അതിലെന്തൊക്കെ പ്രശ്നങ്ങൾ, അതിനെ പരിഹരിക്കുക, ഇനി അതിനെ സ്പീഡപ്പ് എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരിക്കൽ P.N. ഹക്സർ വെൻ ഹി വാസ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടു പ്രൈം മിനിസ്റ്റർ, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ബ്യൂറോക്രാസിനെ കുറിച്ചും ഇതിനെക്കുറിച്ച്. ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ്റെ സ്പീഡ് കൂട്ടുക, എക്സ്പെഡൈറ്റ് ദ പ്രോസസ്. അതിലാണ് നമ്മൾ പരാജയപ്പെടുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഡോക്ടർ ഐസക്, ജോണിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില നിരീക്ഷണം. ജോണിൻ്റെ പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഒന്ന്, ആർക്കെയിലെ പദ്ധതികൾ നടപ്പായി തീർന്നിട്ടില്ല. 2, പ്ലാനിൽ പൂർണ്ണമായിട്ട് ചിലവുകൾ വന്നിട്ടില്ല, പ്ലാൻ സ്റ്റാഗ്നേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം പറഞ്ഞതിൽ ആർക്കെയുടെ പണം ആദ്യത്തെ ഗഡു മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കി കേന്ദ്ര സർക്കാരുകളുടെ തർക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈ ഫെബ്രുവരി മാസത്തിൽ ആ ലോൺ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ പോണേ. 9,000 കോടി വന്ന് ഇവിടെ കിടക്കണു, ചിലവാക്കിയില്ലെന്ന് പറയണ്ട. അവിടെ 2,500 കോടി വേൾഡ് ബാങ്കിൻ്റെ വന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇപ്പോൾ കടമ്പുകളെല്ലാം കടന്നു. ജർമ്മൻ്റെയും ഒരു ഫണ്ടും ഞാൻ ബഡ്ജറ്റ് സ്പീച്ച് ഒരു പാരഗ്രാഫിൽ പറയുന്നുണ്ട്. എവറിത്തിങ് ഹാസ് ബീൻ സൈൻ. ആൻഡ് ഈ പറഞ്ഞ തുക 1,000 crores ലോക്കൽ ഗവൺമെൻറ് റോഡ്സുകളാണ്. അതിന് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ വർഷം പൂർണ്ണമായിട്ട് ചിലവായി തീരും. മറ്റുള്ള ചിലതൊക്കെ നീണ്ട ഡിസൈൻ റോഡ്സായിട്ട് എടുത്തിരിക്കുന്നത്. ദർ ഇംപ്ലിമെൻറ്റേഷൻ ടേക്ക് സം ടൈം, സ്പീഡപ്പ് ചെയ്യേണ്ടതാണ്. അതിൻ്റെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ 6,000 കോടി രൂപയുടെയൊക്കെ നിർമ്മാണ പ്രവൃത്തികളാണ് ഒരു വർഷം എടുക്കുന്നത്. ഓൾ ഓഫ് എ സഡൻ ഈ മെഷീനുകളുടെ പുറത്ത് 10,000, 20,000 കോടി വരെയാണ്. ആൻഡ് ഇത് താങ്ങാനുള്ള ശേഷിയില്ല. സോ ലോട്ട് ഓഫ് ഇംപ്രവൈസേഷൻ ഈസ് ബീയിങ് ഡൺ. SPV ഉണ്ടാക്കുക, SPS കാര്യങ്ങൾ ചെയ്യുക, ഇങ്ങനെയുള്ള ഇംപ്ലിമെൻറ്റേഷൻ പ്രോബ്ലംസ് ഉണ്ട്. രണ്ടാമത്തത്, പ്ലാൻ വളർന്നിട്ടില്ല. ഞാൻ പറയും ഐ ആം ബിഹേവിങ് വെരി റെസ്പോൺസിബിളി. എന്തത് ഭയങ്കര വലിയ തോതിൽ ബഡ്ജറ്റിന് പുറത്ത് വായ്പ എടുത്ത് കാര്യങ്ങൾ ചെയ്യണം. മിനിമം വേണ്ടുന്നൊരു കണ്ടീഷൻ അതിൻ്റെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ സാമാന്യം സമർത്ഥിച്ചിട്ടുണ്ടത്. ഒരു കണ്ടീഷനുള്ളത്, ബഡ്ജറ്റ് മസ്റ്റ് ഫിസ്ക്കൽ കൺസോളിഡേഷനിലേക്ക് പോകണം. അവിടെ കൈവിട്ട് കളിക്കാൻ പറ്റത്തില്ല.
അത് കൈവിട്ട് കളിക്കുകയാണെങ്കിൽ നിങ്ങൾ റെസ്പോൺസിബിളാണ്. സോ യെസ്, റവന്യൂ വരുമാനം കൂടിയില്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ കുറക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മിനുക്ക് പണികളല്ലെന്ന്. യു കട്ട് യുവർ അതർ എക്സ്പെൻഡിച്ചേഴ്സ് and bring down the fiscal deficit and revenue deficit. You look at what has happened in the 4 years. Finance minister unpopular ആവും, കുറച്ച് അൺപോപ്പുലാരിറ്റി ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ബട്ട് ഫിസ്ക്കൽ കൺസോളിഡേഷൻ നടന്നു എന്ന് കഴിഞ്ഞ 4 വർഷം ഈ കോവിഡ് വരുന്നവർ. സോ ഇറ്റ്സ് പാർട്ട് ഓഫ് എ ഓവറോൾ ഫിസ്ക്കൽ സ്ട്രാറ്റജി. വി ആർ ബോറോയിങ് ഹെവിലി ഫ്രം ഔട്ട്സൈഡ്, ബട്ട് വി വിൽ ബിഹേവ് ഫിസ്ക്കലി റെസ്പോൺസിബിൾ. ഫിസ്ക്കൽ കൺസോളിഡേഷനിലേക്ക് പോകും, ചെലവ് നിയന്ത്രിക്കും. യെസ്, അത് നടന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു ക്വിക്ക് ക്വസ്റ്റ്യൻ. നമ്മൾ അല്ല ഞാൻ ഒരു അല്ല, ഞാൻ നമ്മുടെ close ചെയ്തോളാം. അല്ല, ഇത് പറഞ്ഞ ഒരു മിനിറ്റ് എടുക്കണം. വിരാഘവൻ കടത്തിലേക്ക് പോകണില്ല. അല്ല, 290 ഇതൊന്ന് എന്നത്തെ തീർക്കട്ടെ. when will we end up coming to a നമ്മുടെ ടോട്ടൽ കടമുണ്ടല്ലോ, ഇറ്റ്സ് ഓവർ 290 നമ്മുടെ കടബാധ്യത. അത് നമുക്ക് എന്ന് when will we come to a level or we are not bothered about it എന്നുള്ളതാണ്. No, just don't bother. You see, KIFBI is virtually an annuity program here. But that is going away from government income. No. നിങ്ങൾ നിയമം പാസ്സാക്കിയപ്പോൾ പറഞ്ഞതിനേക്കാൾ ഒരു പൈസ അല്ല, കൂടുതൽ. ഗവൺമെന്റ് ഇൻകം ഇങ്ങോട്ട് വരാതെ അങ്ങോട്ട് പോകും, അത്രേ ഉള്ളൂ. ഇത് നോയിങ്ലി നമ്മൾ ഒരുമിച്ച് നിയമം പാസ്സാക്കി. കിഫ്ബിയുടെ അല്ല, കിഫ്ബിയുടെയും ഗവൺമെന്റ്. ഇത് കിഫ്ബിയുടെ കാര്യം പറയുമ്പോഴും അല്ലാത്തപ്പോഴും നമ്മൾ സാധാരണഗതിയിൽ മറന്നു പോകുന്നത് എന്താണ്? ഡെഫിസിറ്റ് ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ അത് ഡെവലപ്മെൻറ്റിൻ്റെ ഏറ്റവും അവിഭാജ്യമായ ഒരു ഘടകമാണ്. ഇക്കണോമിക്സ് പഠിച്ചിട്ടുള്ളവർക്കെല്ലാം അറിയാം. ആ ഡെഫിസിറ്റ് ഫൈനാൻസിങ്ങിന് ലിമിറ്റ്സ് ഉണ്ട്. അത് നമ്മുടെ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റും റിസർവ് ബാങ്കും കൂടെ ചേർന്ന് സംസ്ഥാനങ്ങളുമായിട്ടുള്ള എന്താ പറയുക, സംസ്ഥാനങ്ങളുടെ വിഭവ സമാഹരണ ശേഷി, അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ, ഇതെല്ലാം കണക്കിലെടുത്തിട്ട് തീരുമാനിക്കുന്നതാണല്ലോ. ഇതെല്ലാവർക്കും അറിയാം. താങ്കൾ പല അവസരങ്ങളിലായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഡെഫിസിറ്റ് ഫൈനാൻസിങ് നടത്തി ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ് ചെയ്തില്ല എങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, നമ്മൾ പുറകോട്ട് പോവുകയുള്ളൂ. ഇറ്റ് ഈസ് എ ഫ്യൂട്ടൈൽ ആൻഡ് ആബ്സല്യൂട്ട്ലി ഡിഫീറ്റിസ്റ്റ് ആർഗ്യുമെന്റ്. ഡോക്ടർ ഐസക്കിൻ്റെ ഈ വികസന ദൗത്യത്തോട് നായർ സാറിന് ചേർച്ചയുള്ളൂ. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഉൾക്കൊണ്ടപ്പെട്ടിരുന്നിട്ട് ഒരു കാര്യം, ഈ തൊഴിൽ പദ്ധതിയിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ബേസ്ഡ് എംപ്ലോയ്മെൻറ്റ് ജനറേഷനാണ്. ദാറ്റ് ഈസ് യുവർ തീസിസ്. ഇറ്റ് മേ ബി പോസിബിൾ, ഐ ഡു നോട്ട് നോ. ബട്ട് based on experience, I would add a word of caution about the so-called skill development programs. In the government of India, years ago, there was an all India scheme. It is called a skill development program. There was a council presided over by none other than the Prime Minister. And the best brains in the country were part of that. There was an employment generation corporation, which again was headed by a very eminent person. But none of these things took off very well. And I do not know even what happened. There was no review of it, nothing of the kind. And these remained in paper. And these employment generation or skill development programs, most of them are, I am sorry to say, they're useless. ഡോക്ടർ ഐസക് 20 ലക്ഷം പേർക്കാണ്. ഒന്നും കൂടെ, that is my great appreciation as far as I am concerned as a person, is that you are paving the way for an environmental friendly approach to your budget proposals. There are several small things, e-governance, e-mobility, various other things that I think would stand Kerala in good stead. It will be one of the most distinguishing features of Kerala in the future. Thank you, sir. പിന്നെ ഒരു കാര്യം കൂടെ, sir, that is my great appreciation. That is, വിശപ്പില്ലാത്ത കേരളം, ദാരിദ്ര്യമില്ലാത്ത കേരളം, ഈ ലക്ഷ്യത്തെ ഉദ്ദേശിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾ മോസ്റ്റ് ശ്ലാഘനീയം. സർ, ഈ നല്ല കാര്യങ്ങൾ വളരെ പോസിറ്റീവാണ്. ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി ഇങ്ങനെ എംപ്ലോയ്മെൻറ്റ് നമുക്ക് കേരളത്തിലേക്ക് കിട്ടും. ലോജിക്കലി യെസ്, ബട്ട് പ്രാക്ടിക്കലി പറ്റുമോ ഇല്ലയോ എന്നുള്ളത് വലിയ ചോദ്യം വരുന്നു. നൗ കിഫ്ബി ആയിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് ശേഷം ഐ തിങ്ക് ദർ ഇസ് നത്തിങ് ഇമ്പോസിബിൾ. അതുകൊണ്ടാണ്
കെ ഡിസ്ക് ഇന്നത്തെ കെ ഡിസ്ക് അല്ല. ദാറ്റ് വിൽ ബി എ ടോട്ടലി ട്രാൻസ്ഫോംഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ സെറ്റപ്പിന് പുറത്ത്, അല്ലെങ്കിൽ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റ് IT ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുമെന്നല്ലേ പറയുന്നത്. ഇറ്റ് ഈസ് ആൻഡ് ഇപ്പോഴും നിലവിലുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് ഏജൻസികളുടെ പുറത്ത് സ്കിൽ മിഷൻ വരുന്നുണ്ട്. നൗ ഇറ്റ് ക്യാൻ ബി ഡൺ ഇഫ് യു ആർ ഏബിൾ ടു ഗെറ്റ് അപ്രോപ്രിയേറ്റ് പീപ്പിൾ. നൗ ഇതിൻ്റെ പോസിബിലിറ്റീസ് ഞാനും ഡൗട്ട്ഫുള്ളൊക്കെ ആയിരുന്നു. ബട്ട് ഐ മസ്റ്റ് അഡ്മിറ്റ് രാജശ്രീയായിട്ട്, സജിയായിട്ട്, പല വേറെ ചില ടെക്നിക്കൽ പീപ്പിളായിട്ട് ഐ തിങ്ക് വി മസ്റ്റ് ഹാവ് ഹാഡ് അറ്റ്ലീസ്റ്റ് 1 dozen meetings. And these people must have had, I don't know how many meetings, I don't know. Because എനിക്കില്ലാത്ത സംശയങ്ങളൊന്നുമില്ല ഇതിനെക്കുറിച്ച്, ഓരോ കാര്യങ്ങളെക്കുറിച്ചും. ബട്ട് ഈ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തൻ്റെ പുറകിൽ പോയിട്ടുണ്ട്. We'll be careful. I do agree with you. There is a lot of problems. It is doable. It is doable. You have to get the right person to head it. ഓക്കെ, നമ്മുടെ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. കുറേയും കൂടി നമുക്ക് ചർച്ച ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇന്ന് ഏറ്റവും വിലപിടിപ്പുള്ള സമയം ഡോക്ടർ ഐസക്കിൻ്റെയാണ് ഇന്നത്തെ ദിവസം. അതുകൊണ്ട് ഡോക്ടർ ഐസക് ഇത്ര നേരം ഞങ്ങളുമായിട്ട് പങ്കുവച്ചത് നന്ദി, നമസ്കാരം. ഈ ചർച്ചയിൽ ഭാഗവാക്കായിട്ടുള്ള എല്ലാവർക്കും, ഇവരുടെയൊന്നും ഒരുപക്ഷെ ഇവർക്ക് പറയാനുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല, സമയക്കുറവുള്ളതുകൊണ്ട്. പക്ഷേ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് അത് ഉപയോഗപ്പെടുത്താമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് FM on Trial ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.